ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നോട്ടം മനസ്സിലായി. ഇന്നെന്താ ഇവക്ക് ഇത്ര ഇളക്കം എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? എനിക്ക് ഇളക്കമല്ല. ഇന്ന് നമുക്ക് ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. അത് നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താന്നല്ലേ, നിങ്ങൾ നോക്കിക്കേ, ഈ ഫേസ് വെച്ച് ഈ കോലം വെച്ച് നീ ഈ യൂട്യൂബിൽ എന്തുണ്ടാക്കാനിരിക്കുക എന്ന് ചോദിച്ചവരോട് എനിക്ക് സാധിച്ചെങ്കിൽ എന്നെക്കാളും കഴിവുള്ള നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ ആദ്യം വീണു പോകും, പക്ഷെ വീണ്ടും ശ്രമിക്കണം. പിന്നെയും വീഴും, വീണ്ടും ശ്രമിക്കണം. അപ്പൊ നമ്മൾ വിജയിക്കും, ഉറപ്പാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷമല്ല, ഒരു 3 വർഷമായി കാണും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. നമ്മൾ പണിയാൻ പോകാൻ പറ്റത്തില്ല, പുറത്തെങ്ങും പോയിലേക്ക് പോകാൻ പറ്റത്തില്ല, കുഞ്ഞാണല്ലോ. അത് കാരണം നമ്മൾ വീട്ടിൽ ഇരുന്നൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ ആരും കാണാതെയൊക്കെ ഓരോ റീൽസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ റീൽസൊക്കെ ചെയ്ത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ടാലും ഒരു 1000, 2000, 500, 600 അത്രയൊക്കെ ആൾക്കാർ കാണുന്നുള്ളതിലും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ സ്വന്തക്കാരോടും വീട്ടുകാരോടും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അവരൊക്കെ സ്വയം ഇങ്ങനെ റെക്കമെൻഡേഷനിലൂടെ കണ്ടുപിടിച്ചവരാണ് കേട്ടോ. പിന്നെ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓർത്തു സീരിയസ് ആയിട്ട് എടുത്തുകൂടാ. അപ്പോൾ നമ്മൾ ഓർത്തു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാം. വീഡിയോസ് ഇട്ടിട്ട് 4000 മണിക്കൂർ ആയാലാണല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മറ്റേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ 4000 മണിക്കൂർ ആക്കാനായിട്ട് വീഡിയോ ഇട്ടിട്ട് എവിടെ നിന്ന് 40, 30, 20 അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെ വാച്ച് അവർ അല്ല, വാച്ചിങ്. വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് യൂട്യൂബിൽ ലൈവ് ഇട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലേ. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് യൂട്യൂബ് മൊത്തം തപ്പിയപ്പോൾ ലൈവ് കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടും, നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം. ഞാൻ എടുത്തതാ ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്തതാ ചേച്ചി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാനും അതുപോലെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ഒത്തിരി ആൾക്കാരൊന്നും വന്നുകൊണ്ടിരുന്നില്ല. ആകെ 2, 3, 10, 50, 20 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കയറുന്നുണ്ടായിരുന്നുള്ളൂ. എന്ന് തീരാനാ, എന്ന് ചെയ്യുമെന്നോ, എന്ന് 4000 ചോറ് കംപ്ലീറ്റ് ആക്കി എടുക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സൈലൻറ്റ് ലൈവിൻ്റെ ഓപ്ഷൻ വന്നു. എല്ലാവരും സൈലൻറ്റ് ലൈവ് ഇടാൻ തുടങ്ങി. ഞാനും ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് സൈലൻറ്റ് ലൈവ് ഒക്കെ ഇട്ട് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയി. എൻ്റെ ദൈവം, എന്തൊരു സന്തോഷമായിരുന്നു. വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയല്ലോ, ഇനി നമുക്ക് മോണിറ്റൈസേഷൻ ആകുമല്ലോ എന്ന് ഓർത്തു. സന്തോഷത്തോടു കൂടി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുത്തു. കിടക്കുന്നു ഒരു ഇടി തലയിൽ. നിങ്ങളുടെ ചാനൽ എലിജിബിൾ അല്ല. എന്താണ്? റീയൂസ്ഡ് കണ്ടൻറ്റ്, റിപ്പീറ്റഡ് കണ്ടൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റീയൂസ്ഡ് ആയിട്ട് ഞാൻ വേറെ ആപ്പിൽ നിന്ന് എടുത്തിട്ട് 3, 4, 20 വീഡിയോസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് ഞാൻ ഷോർട്ടായിട്ടും ലോങ്ങായിട്ടും ഇട്ട വീഡിയോസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചാനൽ എഡിറ്റ് ചെയ്തിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുക്കാൻ പറഞ്ഞു വന്നു. അപ്പം ഞാനത് കുത്തിയിരുന്ന് ലൈവും ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ വീഡിയോസായി. ഏത് വീഡിയോസാണ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്തു. റീയൂസ്ഡാണെന്ന് തോന്നിയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവായിട്ടുള്ള വീഡിയോസാണെന്ന് പറഞ്ഞാൽ അതെല്ലാം ക്ലിയറാക്കി. ചാനലിൻ്റെ അകത്ത് ഒരുപാട് ലൈവ് ചെയ്തതിൽ ഒരുപാട് വ്യൂസ് ഇല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റാക്കി. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമതും കൊടുത്തപ്പം അവർ വീണ്ടും എനിക്ക് റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു വന്നു. റീയൂസ്ഡ് കണ്ടൻറ്റ്, റിപ്പീറ്റേറ്റീവ്. അപ്പം ഞാൻ എന്നാ ചെയ്തു, അന്നേരം നിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ആപ്പിൽ, നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ചാനൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൽ കൊടുക്കാൻ പറഞ്ഞു വന്നു. ആപ്പിൽ കൊടുക്കാൻ പറഞ്ഞു വന്നപ്പോൾ എനിക്കറിയത്തില്ല ആപ്പിൽ കൊടുക്കാൻ. ചാനലുകൾ കയറി ഇറങ്ങി
ടെക്കുകാരുടെ ചാനലെല്ലാം കയറി എങ്ങനെ അപ്പീൽ കൊടുക്കണമെന്ന് കണ്ടു പഠിച്ചിട്ട് ഞാനൊരു അപ്പീൽ വീഡിയോ കൊടുത്തു. അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോഴും ആര് പറയണേ, നിങ്ങൾ വീഡിയോസിലാണ് ഫോക്കസ് ചെയ്തത്, ബാക്കിയുള്ളതിലൊക്കെ ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ടെന്നും പറഞ്ഞ ഒരു മെയിൽ വിട്ടു. അതും വീണ്ടും റിജക്റ്റായി. എന്നിട്ട് പറഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്ലൈ കൊടുക്ക് എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. അങ്ങനെ പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ആ ഇൻട്രസ്റ്റും ആദ്യമൊക്കെ സങ്കടമായിരുന്നു, കരച്ചിലൊക്കെ വന്നു, സങ്കടമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ രണ്ടാമത്തെ തവണയായപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ തവണ അപ്പീൽ റിജക്റ്റ് ആയപ്പോൾ വിഷമമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് 90 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അപ്ലൈ കൊടുത്തു. അപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് മാത്രം മാഞ്ഞു പോയി, റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. ഇന്നെലിജിബിൾ എന്നും പറഞ്ഞ് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു. ഇത്രയും വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. ഞാൻ പിന്നെ വേറെ ഒന്നും എടുത്തിട്ടിട്ടുമില്ല, നമ്മുടെ സ്വന്തം വീഡിയോസാണ് തന്നെ. ലാസ്റ്റ് ഞാൻ ഒരു അപ്പീൽ വീഡിയോ ചെയ്ത് കൊടുത്തു. അപ്പീൽ വീഡിയോ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനൽ കാണിച്ച് ഞാനൊരു അപ്പീൽ തയ്യാറാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അതാണ് ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന കണക്ക് എനിക്കും കിട്ടി. അപ്പം ഇനി അതുപോലെ റിജക്റ്റ് ആയി കിടക്കുന്നവർക്കും റിജക്റ്റ് ആകുന്നവർക്കും ഒന്നും പേടിക്കാനില്ല. നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. അതിനുത്തമ ഉദാഹരണമാണ് ഞാൻ. എത്ര തവണ റിജക്റ്റ് ആയതാണെന്ന് അറിയാവോ? എന്നിട്ട് ഞാൻ നേടിയില്ലേ. അപ്പം നിങ്ങളാരും വിഷമിക്കണ്ട. നിങ്ങളുടെയൊക്കെ റിജക്റ്റ് ആയി കിടപ്പുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുമെന്നല്ല, മോണിറ്റൈസേഷൻ കിട്ടും. എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.